ഹലോ ഡിയേഴ്സ്, നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു, റീവാലുവേഷന് കൊടുത്തിട്ട് കാര്യമുണ്ടോ, മാർക്ക് കൂടുമോ, മുമ്പ് അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ എത്ര വരെ കൂടിയിട്ടുണ്ട് എന്നീ കാര്യങ്ങളെല്ലാം. സോ അതുമായി ബന്ധപ്പെട്ട മറുപടിയാണ് ഈ ഒരു വീഡിയോ. അതോടൊപ്പം തന്നെ ഇന്ന് പലരും ചോദിച്ചൊരു കാര്യമായിരുന്നു, നമുക്കറിയാം ഇന്നായിരുന്നു 2025 റീവാലുവേഷൻ ഫോട്ടോകോപ്പി സ്ക്രൂട്ടിനി അതിനൊക്കെ അപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു ലാസ്റ്റ് ഡേറ്റ് 22/7/2025. പക്ഷേ ഇന്ന് അവധിയാണ്, അതുകൊണ്ട് തന്നെ ഇനി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നായിരുന്നു അതിനകത്ത് പലരും ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഇറങ്ങുമെന്ന ഒരു അറിയിപ്പാണ് നമുക്ക് അതിനകത്ത് ലഭിച്ചത്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീഡിയോകൾക്ക് താഴെയുള്ള കമൻറ്റുകൾക്ക് ഞാനതിനകത്ത് എൻ്റെ സമയം അനുസരിച്ച് മറുപടി തരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അതിനകത്ത് ചോദിക്കാം. ഒപ്പം നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് വലിയ നന്ദി. തുടർന്നും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. എക്സാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് അപ്ഡേറ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കാം. ഇനിയിപ്പം നിങ്ങൾ 2025 അല്ലെങ്കിൽ റീവാലുവേഷൻ ഫോട്ടോകോപ്പി സ്ക്രൂട്ടിനി അപ്ലൈ ചെയ്തു, പക്ഷേ നിങ്ങൾ വിചാരിച്ച ഒരു സ്കോർ ലഭിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, +1 +2 അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഒക്കെ എഴുതുവാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. നിങ്ങളുടെ മാർക്കുകളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി 2026 പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ റിസൾട്ടുകൾ ഇവിടെ കാണാം. 6 മാർക്കായിരുന്നു +2 കെമിസ്ട്രിയിൽ ഫെയിലായിട്ട് ആ ഒരു സമയത്ത് +2 ഇവർക്ക് ലഭിച്ച മാർക്ക്. അങ്ങനെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തു. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലെ ക്ലാസ്സുകൾ കൊണ്ട് 32 മാർക്കിലോട്ട്, കാരണം നിങ്ങൾക്കറിയാം +2 റിസൾട്ട് കഴിഞ്ഞ് വന്ന് പിന്നെ എക്സാമിലോട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങളാണുള്ളത്. ആ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് 6ൽ നിന്ന് 32ലോട്ട്, 5ൽ നിന്ന് 24ലോട്ട്, 6ൽ നിന്ന് 27ലോട്ട്, 9 മാർക്കിൽ നിന്ന് 31ലോട്ട്, 10ൽ നിന്ന് 28ലോട്ട്. ഇത് മുൻ വർഷത്തെ റിസൾട്ടാണ്. ഇവർക്ക് 5 or 7 എങ്ങാണ്ടായിരുന്നു. അതിൽ നിന്ന് 28ലോട്ട് ഇവർക്ക് എത്താൻ സാധിച്ചു. 14ൽ നിന്ന് 32ലോട്ട്, 17ൽ നിന്ന് 30ലോട്ട് ഒക്കെ എത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ വർഷം നമുക്ക് ലൈവായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു ഇവർക്ക് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ജില്ലകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ അപ്പോൾ തീർത്തു പോകുന്ന രീതിയിൽ ലൈവായിട്ടുള്ള സെഷൻസ് ആയിരുന്നു. പിന്നീട് പലരും ചോദിച്ച കാര്യമായിരുന്നു, റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇതിനകത്ത് കമൻറ്റുകൾ, മുൻ വർഷത്തെ കമൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റുഡൻസിൻ്റെ കമൻറ്റുകൾ ഇവിടെ പ്രൂഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് അതിനകത്ത് പറയുന്നത് കാണാം, എനിക്ക് അതിനകത്ത് 5 മാർക്ക് കൂടി, ബട്ട് പൈസ തിരിച്ചു തരുന്നില്ല, 6 മാർക്ക് കൂടണം പൈസ കിട്ടുന്നതിന് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ 5 മാർക്ക് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമായിരുന്നു, എനിക്ക് 12% മാർക്ക് കൂടി, പൈസ എങ്ങനെ റീഫണ്ട് ചെയ്യും എന്ന ഒരു ചോദ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 12% എന്ന് പറയുമ്പോഴേ നമുക്ക് റീഫണ്ട് കിട്ടുന്നത് 10% കൂടുമ്പോഴാണല്ലോ. അപ്പോൾ 60 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിനകത്ത് 6 മാർക്ക് കൂടുമ്പോഴാണ് അതിനകത്ത് എന്ത് വരുന്നത്, 10% ആകുന്നത്. അപ്പോൾ 6 മാർക്കിൽ കൂടിയിട്ടുണ്ട് എന്നാണ് 12%. ഇവിടെ എത്ര മാർക്കിന്റെ സബ്ജക്റ്റാന്ന് പറയുന്നില്ല. അപ്പോൾ 60 or 80 ആണെങ്കിൽ 60 മാർക്കിന്റെ ആണെങ്കിൽ 6 മാർക്ക് അതിന് മുകളിൽ കൂടിയിട്ടുണ്ട്. 80 മാർക്കിനാണെങ്കിൽ 8 മാർക്കും അതിന് മുകളിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 6 മാർക്കിന് മുകളിൽ കൂടി എന്ന് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമന്റിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഇപ്പം കുറഞ്ഞ മാർക്കുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ റീവാലുവേഷന് കൊടുക്കുക എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം അതെയാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് അതിനകത്ത് കൂടാം. നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും അത്. അപ്പോൾ റീവാലുവേഷന് കൊടുക്കാൻ പറ്റുന്നവർ അതിനകത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.